കുറേ ആയി ഞാൻ ഒരു മൂവി അഭിപ്രായം പറഞ്ഞിട്ട്. മൂവി കുറേ കണ്ടുവെങ്കിലും അതിൽ അഭിപ്രായം പറയാൻ പറ്റിയതൊന്നും അടുത്തായിട്ട് ഇറങ്ങിയിട്ടില്ല. ഓണത്തിനാണെങ്കിലും ശരി, ലോക, ഹൃദയപൂർവ്വം, ഓടും കുതിര, ചാടും കുതിര എല്ലാം കണ്ടിരുന്നു. ഓണത്തിന് ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റിയ മൂവി പോലും എനിക്ക് ഈ മൂന്നും തോന്നിയിട്ടില്ല. ലോകയ്ക്ക് വൺ റെക്കോർഡൊക്കെയാണ്, പക്ഷേങ്കിൽ എനിക്ക് ആ മൂവി സീരിയസ്ലി എനിക്കത് പിടിച്ചിട്ടില്ല. കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് വിനീത് ശ്രീനിവാസൻ്റെ കരം മൂവി കണ്ടു. ഒരു ആവറേജ് ഫ്ലിക്ക്, എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, വർക്കൗട്ടായിട്ടില്ല. കാസ്റ്റിംഗ് വൈസ് നോക്കിയാലും എല്ലാം അത് മികച്ചു നിന്നിട്ടില്ല. മോസ്റ്റ് ഓഫ് ദി ടൈം ആളുകൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത്, ഒരു വല്ലാത്ത ഫീൽ പടം കാണുമ്പോൾ മിക്കയിടങ്ങളിലും എനിക്കത് തോന്നി. അത് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമാണോ അഭിനയത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് സിനിമയിൽ പിടിച്ചതായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോജ് കെ ജയൻ, ബാബുരാജിൻ്റെ കൂടെയുള്ള ഗുണ്ട, എനിക്ക് പിടിച്ച അവരെ മൂന്ന് ക്യാരക്ടേഴ്സ് പടത്തിൽ എന്തെങ്കിലും പറയാൻ തക്കതായിട്ടുള്ളതുണ്ടെങ്കിൽ പറയാം. വിനീതിൻ്റെ ആക്ഷൻ മൂവി ആയിട്ടാണ് ഇത് മോസ്റ്റ് ഓഫ് ദ പ്രൊമോഷൻസും പറയുന്നത്. എന്നാൽ ആക്ഷൻ ഒരു പഞ്ചും ഇല്ലാത്ത ആക്ഷൻ. നമുക്ക് എന്തെങ്കിലും തോന്നണ്ടേ ആക്ഷൻ കാണുമ്പോൾ? ഒരു വികാരം ഇല്ലാത്ത ആക്ഷൻ. ആളുകളിങ്ങനെ ആക്ഷൻ ചെയ്യാൻ ഇങ്ങനെ ആക്ഷന് മുന്നോടിയായിട്ട് ഇങ്ങനെ എല്ലാം മിക്കയിടങ്ങളിലും ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നം തന്നെ, പല ആക്ഷൻ ബ്ലോക്കുകളും അതിൻ്റെ എന്താ പറയുക, എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമാവാം. അവിടെ ആ ആക്ഷൻ അഭിനയിക്കുവാണെന്ന് നമുക്ക് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പഞ്ച് കൊടുക്കേണ്ട സ്ഥലത്ത് ആ പഞ്ച് കൊടുക്കുന്നതിന് മുമ്പേ ആളിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പഞ്ച് വരുന്നത്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ആക്ഷൻ, ഒരു പവറില്ല. പിന്നെ കഥ വലിയ പുതുമയൊന്നുമില്ല, കണ്ട് ശീലിച്ച കഥയാണ്. എനിക്ക് തോന്നിയ കാര്യം, കാസ്റ്റിംഗ് വൈസ് ശ്രദ്ധിച്ച് നല്ല രീതിയിലൊരു ആക്ഷൻ വൈസ് എടുത്തിരുന്നതിൽ എനിക്ക് വർക്കൗട്ട് ആയേനെ. ബട്ട് ഇത് ഒട്ടുമേ സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു മൂവിയാണ് കരം. അപ്പോൾ താങ്ക് യു.